ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. ഡൽഹിയിൽ വിമാന സർവീസുകൾ പലതും റദ്ദാക്കി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. കാളിദാസൻ, ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുകയാണ്. പല വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിര ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കൊടും ശൈത്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളുകളായി ഇതുവരെ ഉണ്ടായിരുന്നതിൽ ഈ സീസണിലാണ് ഏറ്റവും കുറഞ്ഞ താപനിലയിലേക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എത്തിയത്. ഇന്ന് 4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് റിപ്പോർട്ട് ചെയ്ത താപനില. അതേപോലെ തന്നെ ഈ മൂടൽ മഞ്ഞുള്ളതുകൊണ്ട് കാഴ്ചാ പരിമിതികൾ ധാരാളമുള്ളതുകൊണ്ടും കൂടുതൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഇവിടെ എല്ലാം വരാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഡൽഹിയിൽ പെട്രോൾ ഗതാഗത നിയന്ത്രണങ്ങൾക്കുള്ള പ്രധാന കാരണം ഈ മൂടൽ മഞ്ഞ് കാരണമുള്ള കാഴ്ചാ പരിമിതിയും കൂടാതെ വായു മലിനീകരണം കൂടി ഉള്ളതുകൊണ്ട് കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് എത്താൻ പോവുകയാണ് ഡൽഹി സർക്കാർ. 8 ഇനം കർമ്മ പരിപാടികൾ വീണ്ടും അവിടെ നടപ്പിലാക്കാൻ പോവുകയാണ്. ഇത്തരത്തിലുള്ള മൂടൽ മഞ്ഞിനെയും അത് തുടർന്നുള്ള കാഴ്ചാ പരിമിതികളെയും കൊണ്ട്. അതേപോലെ തന്നെ 18ഓളം ട്രെയിനുകൾ വൈകിയിരിക്കുകയാണ്. കൂടാതെ 150ഓളം വിമാന സർവീസുകൾ വൈകിയിരിക്കുന്നു. യാത്രയ്ക്ക് മുൻപേ തന്നെ വിമാന കമ്പനികളുമായി ബന്ധപ്പെടണമെന്നുള്ള നിർദ്ദേശവും എയർപോർട്ട് അധികൃതരും വിമാന കമ്പനി അധികൃതരും അറിയിക്കുന്നുണ്ട്. കാരണം യാത്രയ്ക്ക് ഒരു തടസ്സം ഇപ്പോൾ എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഡൽഹിയിൽ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നങ്ങളും വിമാന കമ്പനി അധികൃതരും അതേപോലെ തന്നെ എയർപോർട്ട് അധികൃതരും നേരിടുന്നുണ്ട്. ഇന്ന് പുലർച്ചെ ഒരു ആക്രമണം ക്യാബിൻ ക്രൂവിന് നേരെ, അതായത് പൈലറ്റിന് നേരെ ഒരു ആക്രമണം തന്നെ നേരിടുകയുണ്ടായി. ഈ കൊടും മഞ്ഞ് കാരണം, മൂടൽ മഞ്ഞ് കാരണം 13 മണിക്കൂറോളം വൈകിയ ഡൽഹി ഗോവ ഇൻഡിഗോ ഫ്ലൈറ്റ് പൈലറ്റ് അതിലേക്ക് എത്തിയപ്പോൾ ഈ ഒരു മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് യാത്രക്കാരൻ പൈലറ്റിനെ ആക്രമിക്കുകയുണ്ടായി. തുടർന്ന് അതിൽ അധികൃതർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിലുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇന്ന് ഡൽഹിയിൽ അവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്നിരിക്കുകയാണ്. പക്ഷേ അതിലും കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. നിർദ്ദേശങ്ങൾ എന്താണെന്ന് വെച്ചാൽ 5 മണി വരെ സ്കൂളുകൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ, ക്ലാസ്സുകൾ പാടുള്ളൂ എന്ന തരത്തിൽ. കാരണം വൈകുന്നേരത്തോടു കൂടി വീണ്ടും മഞ്ഞിലേക്ക് കടക്കുമ്പോൾ കാഴ്ചാ പരിമിതി ഉള്ളത് കൊണ്ട് എന്തായാലും 5 മണി വരെ സ്കൂളുകൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന തരത്തിലും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. കുറച്ച് നാളുകളായി ഇപ്പോൾ കൊടും ശൈത്യം ഇതുവരെ ഉണ്ടായിരുന്നതിൽ ഈ സീസണിലാണ് ഏറ്റവും കൊടിയ ശൈത്യം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നേരിടുന്നത്. പഞ്ചാബ്, UP, ഹരിയാന, ഡൽഹി തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നേരിടുന്നത്. ഇന്നലെ 6 പേർ കൊടും ശൈത്യത്തെ തുടർന്നുണ്ടായ കൊടും ശൈത്യം കാരണം മരണത്തിലേക്ക് നയിച്ച 6 പേരുടെ വാർത്ത നമ്മൾ അറിഞ്ഞിരുന്നു. തണുപ്പിന് വേണ്ടി തീ കായാൻ വേണ്ടി നിന്നിരുന്ന 6 പേരാണ് മരിച്ചതായി റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ കൊടിയ ശൈത്യം നേരിടുന്നതുകൊണ്ട് ആൾക്കാർക്ക് കാഴ്ച പരിമിതി നേരിടുന്നുണ്ട്. വാഹന ഗതാഗതങ്ങൾക്ക് നിയന്ത്രണം നേരിടുന്നുണ്ട്. ഇനിയും എത്ര വിമാന സർവീസുകൾ വൈകും എന്ന് തന്നെ പറയാൻ പറ്റില്ല. എന്തായാലും കാലാവസ്ഥ കേന്ദ്രം പറയുന്നത് 5 ദിവസത്തേക്ക് ഈ സ്ഥിതി തന്നെ തുടരും എന്ന് തന്നെയാണ്. ആതിര. ശരി, കാളിദാസനാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.